ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 സോഷ്യൽ സ്റ്റഡീസിലെ യൂണിറ്റ് 10 ആണ്. ത്രൂ ദി ഓഷൻസ്. വയലും പുഴയും കടന്നു പോകാം, കടലിൽ പകർന്നു പോകാം. പഴയ കാലത്ത് കൊളംബസ് പോയപ്പോൾ പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം. നമ്മൾ പുതുവാനവട്ടങ്ങൾ തേടിപ്പോകാം. എൻ വി കൃഷ്ണവാര്യർ. വെള്ളപ്പൊക്കം എന്ന കവിതയുടെ വരികളാണ് കൊടുത്തിട്ടുള്ളത്. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് അഡ്വഞ്ചറസ് സീ ഫെയറേഴ്സ് ലൈക്ക് കൊളംബസിനെ പോലെ പല സമുദ്രസഞ്ചാരികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? വാസ്കോഡ ഗാമ, മെഗലൻ, ഇവരൊക്കെ സമുദ്രസഞ്ചാരികളായിരുന്നു. ദെയർ വോയേജസ് ത്രൂ ദി ഓഷ്യൻ ആൻഡ് എക്സ്പ്ലോറിംഗ് ന്യൂ വേൾഡ് ഹാവ് ഫൗണ്ട് എ പ്ലേസ് ഇൻ ഹിസ്റ്ററി. അവരുടെ ഈ യാത്രകൾ, പുതിയ പുതിയ സ്ഥലങ്ങൾ തേടിയുള്ള യാത്രകൾ നമ്മുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഷാൽ വി സെറ്റ് ഔട്ട് എ ജേർണി ടു നോ മോർ അബൌട്ട് ദി ഓഷ്യൻസ്. സമുദ്രങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമുക്കൊരു യാത്ര പോയാലോ? വാട്ടർ ഈസ് വൺ ഓഫ് ദ മേജർ കോമ്പോണൻസ് ദാറ്റ് റിറ്റെയിൻ ലൈഫ് ഓൺ ദി എർത്ത്. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കോമ്പോണൻ്റ് ആണ് വാട്ടർ, ജലം. 71% ഓഫ് എർത്ത് സർഫസ് ഇസ് കവേർഡ് വിത്ത് വാട്ടർ. ഭൂമിയുടെ ഉപരിതലത്തിലെ 71% വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. യു നോ ദാറ്റ് ഓഷ്യൻ ബാക്ക് വാട്ടേഴ്സ്, ലേക്സ്, റിവേഴ്സ്, സ്ട്രീം, സ്പ്രിംഗ്, റിസർവോയേഴ്സ് ആൻഡ് വെൽസ് ആർ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ. ഇപ്പോൾ നമ്മുടെ ഭൂമിയുടെ പല ഭൗമ ഉപരിതലത്തിലുള്ള പല സോഴ്സസ് ഓഫ് വാട്ടർ, സ്രോതസ്സുകൾ, ജലത്തിൻ്റെ സ്രോതസ്സുകളാണ് എന്തെല്ലാം ഈ ഓഷ്യൻ, ബാക്ക് വാട്ടേഴ്സ്, ലേക്ക്, റിവർ, സ്ട്രീം, സ്പ്രിംഗ്, റിസർവോയേഴ്സ്, ഇതെല്ലാം. ദീസ് ഇൻക്ലൂഡ് സർഫസ് വാട്ടർ സോഴ്സസ് ആൻഡ് അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസ്. ഇത് നമ്മുടെ ഭൂമി ഉപരിതലത്തിലുള്ള വെള്ളത്തിൻ്റെ സോഴ്സസുകളാണ്. അതുപോലെ ഭൂമിയുടെ ഉള്ളിലുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഭൗമ ഉപരിതലത്തിലെ മാത്രമല്ല ഭൂമിയുടെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ കൂടി സോഴ്സസ് ഉണ്ട്. വൈൽ സർഫസ് വാട്ടർ സോഴ്സസ് ആർ ഫൗണ്ട് ഓൺ ദ എർത്ത് സർഫസ്, അണ്ടർഗ്രൗണ്ട് സോഴ്സസ് ആർ ഫൗണ്ട് അണ്ടർ ജസ്റ്റ് ബിനീത്ത് ദ സർഫസ് ഇൻസൈഡ് ദി എർത്ത്. ഇപ്പം ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയായിട്ടുള്ള സ്ഥലത്ത് നിന്നും കിട്ടുന്നതാണ് അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭ ജലം. അപ്പോൾ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് വാട്ടറും അണ്ടർഗ്രൗണ്ട് വാട്ടറും എഴുതുക. അപ്പോൾ ഇതാണ് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ ആൻസർ. എക്സ്പ്ലെയിൻ സർഫസ് വാട്ടർ ആൻഡ് അണ്ടർഗ്രൗണ്ട് വാട്ടർ. ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് ആഫ്റ്റർ ഒബ്സർവിംഗ് ദ ഗിവൺ പിക്ചർ. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ കാണുക, എന്നിട്ട് കോൺസെപ്റ്റ് മാപ്പ് കംപ്ലീറ്റ് ആക്കുക. വെൽ, ലേക്ക്, സ്പ്രിംഗ്, ബോർവെൽ, റിവർ, ഓഷ്യൻ, ഇതെല്ലാമാണ് നമുക്ക് തന്നിട്ടുള്ള പിക്ചേഴ്സ്. ഇത് നമ്മൾ സോഴ്സ് ഓഫ് വാട്ടർ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. രണ്ട് സോഴ്സസ്, സർഫസ് സോഴ്സും അണ്ടർഗ്രൗണ്ട് സോഴ്സും. സർഫസ് സോഴ്സ് ലേക്ക്, ഓഷ്യൻ, റിവർ. അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സ് സ്പ്രിംഗ്, വെൽ, ബോർവെൽ. വാട്ട് ആർ ദ വാട്ടർ സോഴ്സസ് ദാറ്റ് വി യൂസ് ഫോർ അവർ ഡെയിലി നീഡ്സ്. നമ്മുടെ നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകൾ ഏതെല്ലാമാണ്? സ്പ്രിംഗ് ഉണ്ട്, വെല്ലുണ്ട്, റിവർ, ലേക്ക്. In spite of continuous usage by living beings, why doesn't the water run out? ഇപ്പം വെള്ളം നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് വെള്ളം തീർന്നു പോകാത്തത്? അത് എന്തുകൊണ്ടാണ്? ആസ് എ റിസൾട്ട് ഓഫ് സർക്കുലേഷൻ ഓഫ് വാട്ടർ, ഇറ്റ് ഇസ് വാട്ടർ സൈക്കിൾ ഇൻ ദ ഹൈഡ്രോസ്ഫിയർ, വാട്ടർ ഇൻ ദ വാട്ടർ സോഴ്സ് ഡു നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ് ഡിസ്പൈറ്റ് ഇറ്റ്സ് യൂസ്. നമ്മൾ എത്ര വെള്ളം ഉപയോഗിച്ചാലും വാട്ടർ സൈക്കിൾ ഉള്ളത് കൊണ്ട് ആ വെള്ളം തീരില്ല എന്നാണ് ഈ ഒരു സെൻറ്റൻസ് പറയുന്നത്. അപ്പോൾ വാട്ടർ സൈക്കിൾ എന്താണെന്ന് നോക്കണം. അപ്പോൾ അടുത്ത ഹെഡിങ് വാട്ടർ സൈക്കിളാണ്. അതിന് മുന്നേ ഹൈഡ്രോസ്ഫിയർ എന്നുള്ളൊരു വേർഡ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഹൈഡ്രോസ്ഫിയർ എന്താണ്? എക്സ്പ്ലെയിൻ ഹൈഡ്രോസ്ഫിയർ. ദ ഹൈഡ്രോസ്ഫിയർ ഈസ് എ ടോട്ടൽ മാസ് ഓഫ് വാട്ടർ ഫൗണ്ട് ഇൻ ദ എർത്ത് സർഫസ്, ഇന്റീരിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ ജലത്തിൻ്റെയും മാസ്സാണ്, ടോട്ടൽ മാസ്സാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ. അത് സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കാം, ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയിരിക്കാം. ഇപ്പം ഐസൊക്കെ സോളിഡ് സ്റ്റേറ്റ് ആണ്. വാട്ടർ വേപ്പർ ആയി കഴിയുമ്പോൾ അത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. ഇപ്പം എല്ലാ ഫോമിലുള്ള വെള്ളത്തിൻ്റെയും ആകെ തുകയാണ് എന്ത്? ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. വാട്ടർ സൈക്കിൾ ഈസ് എ കണ്ടിന്യൂസ് സർക്കുലേഷൻ ഓഫ് വാട്ടർ. വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവാഹത്തിനെയാണ് ഈ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. അണ്ടർ ഇറ്റ് സർഫസ് ആൻഡ് ഇൻ ദ അറ്റ്മോസ്ഫിയറിൽ, അന്തരീക്ഷത്തിൽ മാത്രമല്ല ഭൂഗർഭജലത്തിൻ്റെയും കൂടി ഒരു സൈക്കിൾ നമുക്ക് കാണാൻ സാധിക്കും. ലെറ്റ്സ് എക്സാമിൻ ദി സർക്കുലേഷൻ. ഈ ഒരു സർക്കുലേഷൻ നമ്മളൊന്ന് എക്സാമിൻ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് വെള്ളത്തിലെയും ലേക്കിലെയും ഓഷ്യനിലെയും റിവറിലെയും ഒക്കെ വെള്ളം സൂര്യൻ്റെ ചൂട് കൊണ്ടിട്ട് അത് ഇവോപ്പറേറ്റ് ചെയ്യും, വാട്ടർ വേപ്പറായി മാറും. ഈ വാട്ടർ വേപ്പർ ആകാശത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് കണ്ടൻസായി ക്ലൗഡ്സായി മാറും. ഈ ക്ലൗഡ്സ് കുറേ കൂടി കണ്ടൻസ് ആയി കഴിയുമ്പോൾ
കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ തണുക്കുക, തണുത്ത് ക്ലൗഡായി മാറും. ഈ തണുപ്പ് ഒന്നുകൂടി നല്ല തണുത്ത് വരുമ്പോഴത്തേക്കും അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ അത് എന്ത് ചെയ്യും, താഴേക്ക് വീഴും. അതാണ് പ്രസിപ്പിറ്റേഷൻ. അപ്പം ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് തന്നിട്ടുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കാം. ഹാവിൻ യു ഒബ്സർവ് ദ പിക്ചർ, ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് ടേൺ ഇൻ ടു വേപ്പർ ത്രൂ ഇവോപ്പറേഷൻ. ഇപ്പോൾ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും റിവർ ആണെങ്കിലും ലേക്ക് ആണെങ്കിലും അതുപോലെ സീ ആണെങ്കിലും ഓഷൻ ആണെങ്കിലും അവിടെ നിന്നൊക്കെ വെള്ളം എന്ത് ആയി മാറും, സൂര്യൻ്റെ ചൂട് കൊണ്ട് വേപ്പറായി മാറും. ഇവോപ്പറേഷൻ സംഭവിക്കും. ഇവോപ്പറേഷൻ എന്താണെന്ന് ഇപ്പുറത്തെ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് വായിക്കാം. ദ വേപ്പർ ദസ് ഫോം ബിക്കം ക്ലൗഡ്സ് ത്രൂ കണ്ടൻസേഷൻ. ഇൻ അഡീഷൻ ടു ക്ലൗഡ്സ്, ഫോഗ് ആൻഡ് ഡ്യൂ ആർ അതർ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. അപ്പം ഈ വേപ്പേഴ്സ് എന്ത് ചെയ്യും, കൂളായി കണ്ടൻസായി അവർ ക്ലൗഡ്സ് അല്ലെങ്കിൽ ഫോഗായി മാറും. ഈ മേലേക്ക് പോയ വാട്ടർ വേപ്പർ തണുത്ത് ക്ലൗഡ്സ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഫോഗായിട്ട് മാറും, മൂടൽ മഞ്ഞ്, അല്ലെങ്കിൽ ഡ്യൂ ആയിട്ട് മാറും, മഞ്ഞുതുള്ളികൾ. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫ്രം ദ ക്ലൗഡ്സ് റീച്ചസ് ദ ത്രൂ പ്രസിപ്പിറ്റേഷൻ. ഇങ്ങനെ ക്ലൗഡായി മാറിയ ജലകണികകൾ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് താഴേക്ക് വീഴുമ്പോൾ അത് മഴയായിട്ട് താഴെ വീഴും. അങ്ങനെയാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് പല പല സ്രോതസ്സിലേക്ക് തിരിച്ചൊഴുകി പോകും. റിവറിലേക്ക് ജോയിൻ ചെയ്യും, സീയിലേക്ക് ജോയിൻ ചെയ്യും, ഓഷ്യനിലേക്ക് ജോയിൻ ചെയ്യും. ചില വെള്ളം ഭൂമിയുടെ അടിയിലേക്ക് പോകും, ഇത് ഗ്രൗണ്ട് വാട്ടറിൽ ജോയിൻ ചെയ്യും. അപ്പം അങ്ങനെ ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ഇവോപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ദ പ്രോസസ് ബൈ വിച്ച് ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗേഷ്യസ് ഫോം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹീറ്റ്. അപ്പോൾ ഹീറ്റിൻ്റെ സഹായത്തോടെ ഒരു ലിക്വിഡ് ഒരു വേപ്പറായി, ഗ്യാസായി മാറുന്നതിനാണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ ഇൻ ദി എയർ കൂൾസ് ടു ഫോം വാട്ടർ. ഈ അന്തരീക്ഷത്തിലുള്ള ജലത്തിന്റെ കണികകളാണ് വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ നീരാവി. ഈ നീരാവി തണുത്ത് കഴിഞ്ഞിട്ട് വെള്ളമായി മാറും. ഇതിനാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ പാർട്ടിക്കൽസ് fall to earth as the clouds cannot hold it further due to its increased weight and size as a result of continuous condensation. അപ്പോൾ ഈ കണ്ടൻസേഷൻ ഒന്നുകൂടി കൂടുതലായി കഴിയുമ്പോൾ, കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ തണുപ്പിക്കൽ, ഈ തണുപ്പിക്കൽ കൂടിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ തണുത്ത് വീണ്ടും വെള്ളമായി മാറും. വാട്ടർ വേപ്പർ ഗ്യാസിൻ്റെ സ്റ്റേറ്റ് ആയിരുന്നു, അത് പിന്നെ ലിക്വിഡായിട്ട് വെള്ളമായി മാറും. വെള്ളമായി മാറിക്കഴിയുമ്പോൾ ഇവർക്ക് അതിൻ്റെ വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം എന്ത് ചെയ്യും, താഴേക്ക് വീഴും. അങ്ങനെയാണ് മഴയായിട്ട് വീഴുന്നത്. ഇനി എക്സ്പ്ലെയിൻ വാട്ടർ സൈക്കിൾ ഉണ്ട്. ദ വാട്ടർ ഇൻ ദ ഹൈഡ്രോസ്ഫിയർ മൂവിങ് സൈക്ലിക്കലി ത്രൂ ദ പ്രോസസ് ഓഫ് ഇവോപ്പറേഷൻ, കണ്ടൻസേഷൻ ആൻഡ് പ്രസിപ്പിറ്റേഷൻ ഈസ് നോൺ ആസ് വാട്ടർ സൈക്കിൾ. അപ്പോൾ വാട്ടർ സൈക്കിൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ പ്രസിപ്പിറ്റേഷനും കണ്ടൻസേഷനും ഇവോപ്പറേഷനും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. Water is an inevitable factor for the survival of life. But is water distributed evenly everywhere on earth? വെള്ളം നമ്മുടെ ജീവന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമാണ് അല്ലേ? എന്നിരുന്നാൽ പോലും ഈ ജലത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാവർക്കും വിതരണം ചെയ്തിരിക്കുന്നത് ഒരേ രീതിയിലാണോ? ഒബ്സർവ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ബേസ്ഡ് ഓൺ ദ ഗിവൺ പിക്ചർ. അപ്പോൾ താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ എങ്ങനെയാണ് വാട്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, വാട്ടർ എങ്ങനെയാണ് എല്ലാ സ്ഥലത്തും വിതരണം ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നിട്ടുള്ള ആ ഒരു സർക്കിളിനകത്ത് ഓഷ്യൻ വാട്ടർ ആൻഡ് അതർ സലൈൻ വാട്ടർ ആണ്. അപ്പോൾ സമുദ്രത്തിലുള്ള വെള്ളവും ബാക്കിയുള്ള ജലസ്രോതസ്സുകളിലുള്ള ഉപ്പുവെള്ളം, എവിടെയെങ്കിലും ഉപ്പുവെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ അളവുമാണ് 97% നമുക്ക് തന്നിട്ടുള്ളത്. മൊത്തം നമുക്കുള്ള 100% വാട്ടറിൽ 97% ഉപ്പുവെള്ളമാണ്. ഇനി ഫ്രഷ് വാട്ടർ അതിൽ നിന്ന് 3% മാത്രമേ ഉള്ളൂ, ആ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പോർഷൻ. ഇനി ആ പോർഷനെ നമ്മൾ എൻലാർജ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഡിവിഷൻസ് കാണിച്ചിട്ടുള്ളത്. വാട്ടർ ഇൻ ഐസ് ഷീറ്റ് ആൻഡ് ഗ്ലേസിയേഴ്സ്, മഞ്ഞുമലകളിലും മഞ്ഞുപാളികളിലും ഐസും ഒക്കെ ആയിട്ട് കിടക്കുന്ന വെള്ളം, അതിൻ്റെ അളവ് 68.7% ആണ്. അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലം, ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ ബോർവെല്ലിലും കിണറിലും ഒക്കെ ആയിട്ട് കൊഴിച്ചെടുക്കുന്ന ജലം, അതാണ് 30.1%. ഇനി സർഫസ് വാട്ടർ, ഭൂമിയുടെ മുകളിലുള്ള ജലം, അതായത് ഈ നദിയിലും പുഴയിലും ഒക്കെ ഉള്ള നല്ല ശുദ്ധജലത്തിൻ്റെ അളവാണ് ഈ പറയുന്നത്, അത് 0.3% ആണ്. ഇനി അതർ സോഴ്സസ്, മറ്റുള്ള സോഴ്സിൽ ഉള്ള വാട്ടർ 0.9% ആണ്. ഇനി ഹാവ് യു നോട്ടീസ് ദാറ്റ് 97% ഓഫ് വാട്ടർ ഓൺ എർത്ത് ഈസ് സലൈൻ വാട്ടർ. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? 97% എന്താണ്? ഉപ്പുവെള്ളമാണ്. ഏറ്റവും കൂടുതലുള്ളത് ഉപ്പുവെള്ളമാണ്. ഓൺലി 3% ഓഫ് ടോട്ടൽ വാട്ടർ ഓൺ ദ എർത്ത് ഈസ് ഫ്രഷ് വാട്ടർ. 3% മാത്രമാണ് ശുദ്ധജലം ഉള്ളത്, നമുക്ക് കുടിക്കാനും ഉപയോഗിക്കാനും പറ്റുന്ന ശുദ്ധമായിട്ടുള്ള ജലമുള്ളത്. എ മേജർ ക്വാണ്ടിറ്റി ഓഫ് ദിസ് ഫ്രഷ് വാട്ടർ ലൈസ് ഫ്രോസൺ ഇൻ ഐസ് ഷീറ്റ് ആൻഡ് ഗ്ലേസിയേഴ്സ്. ഇതിൽ
ഭൂരിഭാഗവും കിടക്കുന്നത് എങ്ങനെയാണ്? മഞ്ഞുമലകളിലും മഞ്ഞുകട്ടയും ഐസ് കട്ടയായിട്ടാണ് കിടക്കുന്നത്. ഹെൻസ് വെരി ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഫ്രഷ് വാട്ടർ ഇസ് അവൈലബിൾ ഫോർ ലിവിങ് ബീങ്സ്. ഇപ്പം നമുക്ക് ജീവജാലങ്ങൾക്ക് കിട്ടുന്നത് വളരെ കുറച്ച് വെള്ളം മാത്രമാണ്, ശുദ്ധജലം മാത്രമാണ്. ജസ്റ്റ് ലൈക്ക് ഫ്രഷ് വാട്ടർ, മറൈൻ വാട്ടർ ഇസ് ഓൾസോ എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഇപ്പം നമ്മുടെ നിലനിൽപ്പിന്, മനുഷ്യന്റെ നിലനിൽപ്പിന് ശുദ്ധജലം ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് സമുദ്രത്തിലുള്ള ജലം അല്ലെങ്കിൽ കടലിലുള്ള ജലവും ആവശ്യമാണ്. ഓഷ്യൻ പ്ലേ എ വൈറ്റൽ റോൾ ഇൻ റെഗുലേറ്റിംഗ് ദ വെദർ ആൻഡ് സപ്പോർട്ടിംഗ് ഹാബിറ്റ്. അപ്പോൾ സമുദ്രം നമുക്ക് അല്ലെങ്കിൽ കടൽ നമുക്ക് ഒരു സപ്പോർട്ടിംഗ് ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥ, മീനുകളുടെയും അതുപോലെ ജലജീവികളുടെയും ആവാസ വ്യവസ്ഥ, അവർക്ക് ജീവിക്കാനുള്ള ഒരു സ്ഥലം, അത് സപ്പോർട്ട് ചെയ്യുന്നത് കടൽ ആണ് അല്ലേ. അതുപോലെ കാലാവസ്ഥ നിയന്ത്രണത്തിനും കടൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് റിസോഴ്സസ് എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ലൈഫ്. അത് മാത്രമല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ, വസ്തുക്കളും നമുക്ക് അതിൽ നിന്ന്, കടലിൽ നിന്ന് കിട്ടാറുണ്ട് അല്ലേ. ഓഷ്യൻസ്. ഒബ്സർവ് ദ പ്ലക്കാർഡ്സ് പ്രിപ്പയർഡ് ബൈ ചിൽഡ്രൻ ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് ഓഷ്യൻ ഡേ. ഇപ്പോൾ വേൾഡ് ഓഷ്യൻ ഡേ ജൂൺ 8 ആണ്. ഈ ജൂൺ 8 ബന്ധപ്പെട്ടിട്ട്, വേൾഡ് ഓഷ്യൻ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് പ്ലക്കാർഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. കൺസർവ് ഓഷ്യൻ, പ്രിസർവ് ലൈഫ് ഓൺ എർത്ത്. സമുദ്രം സംരക്ഷിക്കുക, നമ്മുടെ ജീവൻ നിലനിർത്തുക. കൺസർവ് ഓഷ്യൻ, സെക്യൂർ അവർ ഫ്യൂച്ചർ. സമുദ്രം സംരക്ഷിക്കുക, നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുക. ഓഷ്യൻസ് ആർ നോട്ട് ഗാർബേജ് ക്യാൻസ്, ദേ ആർ ട്രഷർ ഹൗസസ് ഓഫ് റിസോഴ്സസ്. ഇപ്പോൾ സമുദ്രം ഒരു ചവറ്റുകൊട്ടയല്ല, അത് അക്ഷയഖനിയാണ്. പല റിസോഴ്സസുകളുടെയും അക്ഷയഖനിയാണ്. ഓഷ്യൻസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ സസ്റ്റൈനിങ് ലൈഫ് ഓൺ എർത്ത്. ലെറ്റ് us get familiarized with major features of oceans. അപ്പം നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് സമുദ്രങ്ങൾ അത്യാവശ്യമാണ്. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാം. അപ്പം ഇതുപോലെ ഒരു പ്ലക്കാർഡോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററോ നിർമ്മിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. ജൂൺ 8 വേൾഡ് ഓഷ്യൻ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ നിർമ്മിക്കാൻ പറഞ്ഞാൽ, നമുക്കൊരു പോസ്റ്റർ, ഒരു ചിത്രങ്ങളൊക്കെ വരച്ച് അതുപോലെ നല്ല 2 സെൻറ്റൻസ് പ്രിസർവ് ലൈഫ്, കൺസർവ് ഓഷ്യൻ എന്നൊക്കെ പറഞ്ഞ് 2 സെൻറ്റൻസ് ഒക്കെ എഴുതി നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലക്കാർഡ്, പോസ്റ്റർ നിർമ്മിക്കാനും ചോദിക്കാം. ഓഷ്യൻസ് ആർ വാസ്റ്റ് വാട്ടർ ബോഡീസ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് എമംഗ് കോണ്ടിനെന്റ്സ്. ഇപ്പോൾ കോണ്ടിനെന്റ്സിന്റെ ചുറ്റുപാടുമായിട്ട് കിടക്കുന്ന വലിയ ഒരു ജലത്തിന്റെ ആ ഒരു സോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഷ്യൻ എന്ന് പറയുന്നത്. സീസ് ആൻഡ് ബേസ് ആർ പാർട്ട് ഓഫ് ഓഷ്യൻസ്. കടലും കടലിടുക്കുകളും ഈ ഓഷ്യന്റെ ഒരു ഭാഗമാണ്, സമുദ്രത്തിന്റെ ഒരു ഭാഗമാണ്. ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഓഷ്യൻ ഈസ് നോൺ ആസ് ഓഷ്യനോഗ്രഫി. ഇപ്പോൾ ഓഷ്യനോഗ്രഫി എന്നാണ് ശാസ്ത്രീയമായിട്ട് സമുദ്രത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് പറയുന്നത്. ഓഷ്യനോഗ്രഫി ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ കോംപ്ലക്സ് മൂവ്മെന്റ്സ് ഓഫ് വാട്ടർ ഇൻ ഓഷ്യൻ. സമുദ്രത്തിന്റെ ഉള്ളിലുള്ള സമുദ്രജലത്തിന്റെ അതിസങ്കീർണമായ ചലനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും ഓഷ്യനോഗ്രഫി നമ്മളെ സഹായിക്കുന്നു. മോർ ഓവർ, ദ സ്റ്റഡി ഹെൽപ്സ് ഇൻ അഡ്രസ്സിംഗ് ചലഞ്ചസ് ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച്, ഓഷ്യൻ പൊല്യൂഷൻ ആൻഡ് ഡിപ്ലീഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമുക്ക് അത് മാത്രമല്ല, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ്. ഓഷ്യൻ പൊല്യൂഷൻ, സമുദ്ര മലിനീകരണം. പിന്നെ ഡിപ്ലീഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവജാലങ്ങളുടെ വൈവിധ്യമാണ്. ജീവജാലങ്ങളുടെ വൈവിധ്യത്തിൻ്റെ ഒരു കുറവ്, അതായത് കുറേ ജീവികൾ അവരുടെ ആവാസ വ്യവസ്ഥ, അതായത് അവർ ജീവിച്ചിരുന്ന ആ സാഹചര്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർ മരിച്ചു പോകും. പിന്നെ നമുക്ക് ആ ജീവികളെ നമുക്ക് കാണാൻ പോലും കിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു ഡിപ്ലീഷൻ, കുറവ് സംഭവിക്കും. അതൊക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ കുറിച്ച് പഠിക്കുന്നതിനൊക്കെ ഓഷ്യനോഗ്രഫി നമ്മളെ സഹായിക്കുന്നു. വേൾഡ് ഓഷ്യൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ ജൂൺ 8 എവറി ഇയർ. എല്ലാ വർഷവും ജൂൺ 8 വേൾഡ് ഓഷ്യൻ ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ഡേ ഈസ് ടു റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓഷ്യൻ ഇൻ അവർ ലൈഫ്. ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സമുദ്രം നമുക്ക് എന്തൊക്കെ സഹായങ്ങൾ നൽകുന്നുണ്ട്, സമുദ്രം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ആ ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ദിവസം ആഘോഷിക്കുന്നത്. ദ അൺസയന്റിഫിക് ഇന്റർവെൻഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് എഫക്ട് ദ മറൈൻ ഹാബിറ്ററ്റ് അഡ്വേഴ്സ്ലി. അതായത് നമ്മൾ അശാസ്ത്രീയമായിട്ട് സമുദ്രത്തിനെ സമീപിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലേ. ചിലപ്പോൾ കഴിഞ്ഞ ഒരു വർഷം മുന്നേ, ഒരു 10 മാസങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ ഒരു കണ്ടെയ്നർ ഷിപ്പ് അപകടത്തിൽപ്പെടുകയും അതിൻ്റെ ഓയിൽ മുഴുവനും സമുദ്രത്തിൻ്റെ ആ കടലിൽ ലീക്കായി നടക്കുന്നതൊക്കെ നമ്മൾ വായിച്ചത് അല്ലേ.
അതിന് മുന്നേ ഈ കണ്ടെയ്നറുകൾ പല സ്ഥലത്ത് ഒഴുകി നടക്കുന്നതൊക്കെ വായിച്ചു. അപ്പോൾ ഇതൊക്കെ ഈ ഓയിൽ ലീക്കായി മേലെ കിടക്കുന്നത്, വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുന്നതൊക്കെ ആ ജീവജാലങ്ങൾക്ക്, അതായത് ഫിഷിനും അതുപോലെയുള്ള മറ്റു ജീവികൾക്കും അത് ആപത്താണ്. അപ്പോൾ അവരൊക്കെ മീനുകൾ പല പല സ്ഥലങ്ങളിലും മീനുകൾ ചത്തുപൊങ്ങി എന്നൊക്കെ നമ്മൾ വായിച്ചായിരുന്നു. അതുപോലെ ഈ നമ്മൾ പുഴയിലും അരുവിയിലൊക്കെ കൊണ്ടിടുന്ന വേസ്റ്റുകളൊക്കെ ഒഴുകി കടലിലാണ് എത്തുന്നത്. ഇപ്പോൾ കടലിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടുതലാണ്. ഇപ്പോൾ പല ബീച്ചുകളിൽ പോയി കഴിഞ്ഞാലും അവിടെ മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ മറൈൻ ലൈഫിനെ ബാധിക്കുന്നുണ്ട്, വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. പല ജീവികളും എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി, തിരിച്ചറിവ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡേ ആഘോഷിക്കുന്നത്. ഇനി സീ എന്താണെന്ന് നോക്കാം. എ പാർട്ട് ഓഫ് ഓഷ്യൻ ദാറ്റ് ഇസ് പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ് ഇസ് കോൾഡ് എ സീ. കടലിലെ ഒരു ഭാഗം, കടലിൻ്റെ മീൻസ് ഓഷ്യൻ്റെ, സമുദ്രത്തിൻ്റെ ഒരു ഭാഗം കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് ഉണ്ടെങ്കിൽ അതിനെയാണ് സീ എന്ന് പറയുന്നത്. കരയായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കടലിൻ്റെ ഭാഗമാണെങ്കിൽ അതിനെ സീ എന്ന് പറയും. അറേബ്യൻ സീ അതിൻ്റെ എക്സാമ്പിൾ ആണ്. എ ബേ ഈസ് എ പാർട്ട് ഓഫ് ഓഷ്യൻ ദാറ്റ് എക്സ്റ്റെൻസ് ഇൻ ടു ദ ലാൻഡ്. ലാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന ഒരു കടലിൻ്റെ ഭാഗമുണ്ടെങ്കിൽ അതിനെയാണ് ബേ എന്ന് പറയുന്നത്. കടലിടുക്കുകൾ. സ്ട്രെയിറ്റ്, എ നാരോ സ്ട്രിപ്പ് ഓഫ് വാട്ടർ ദാറ്റ് കണക്ട്സ് ടു സീ ഓർ ഓഷ്യൻ ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ലാൻഡ്സ്. ഈ ഒരു കടലും ഒരു സമുദ്രവും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗം, അല്ലെങ്കിൽ രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗം, അതിനെയൊക്കെയാണ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. പാക് സ്ട്രെയിറ്റ് ആണ് നമുക്ക് ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും ഇടയിലുള്ള ഒരു 8 കിലോമീറ്റർ എന്തോ ദൂരമുള്ളൊരു ഭാഗമുണ്ട്, അതാണ് സ്ട്രെയിറ്റ്. ഒബ്സർവ് ദ വേൾഡ് മാപ്പ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ഓഷ്യൻസ്. ഇനി നമുക്ക് താഴെ വേൾഡ് മാപ്പ് തന്നിട്ടുണ്ട്. ഈ വേൾഡ് മാപ്പിൽ നിന്ന് നമുക്ക് ഓഷ്യൻസ് ഏതെല്ലാമാണെന്ന് കണ്ടുപിടിച്ചെഴുതാം. താഴെ പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, സദേൺ ഓഷ്യൻ ആൻഡ് ആർട്ടിക് ഓഷ്യൻ. അപ്പോൾ നമുക്ക് 5 ഓഷ്യൻസിൻ്റെ പേര് നമ്മൾ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ന്യൂസ് പേപ്പർ കട്ടിംഗ് ആണ് തന്നിട്ടുള്ളത്. ആ ന്യൂസ് പേപ്പർ കട്ടിംഗ് ഒന്ന് വായിക്കാം. ഡൽഹി, ഇന്ത്യൻ നേവൽ ഓഫീസേഴ്സ് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ ആൻഡ് റൂബ എ ക്രോസ് പോയിന്റ് നെമോ ഓൺ January 30th, 2025 as part of Sagar Parikrama 2, a naval exercise to circumnavigate the world sea. അപ്പോൾ ഈ ഒരു ന്യൂസ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 2 സ്ത്രീകൾ, അതായത് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന ആൻഡ് റൂബ എ, രണ്ടുപേരും വനിതകളാണ്. അവർ പോയിന്റ് നെമോ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ക്രോസ് ചെയ്തു, ആ പോയിന്റ് ക്രോസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ പോയിന്റ് നെമോ എന്താണെന്ന് നോക്കാം. ഹാവ് യു ഹേർഡ് ഓഫ് പാർട്ട് ഓഫ് ദി ഓഷ്യൻ പോയിന്റ് നെമോ? പോയിന്റ് നെമോനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പോയിന്റ് നെമോ ആണ് ഏറ്റവും ദൂരമുള്ള പോയിന്റ്. ലാൻഡിൽ നിന്ന് ഏറ്റവും ഫാർദസ്റ്റ് ദൂരം, ഏറ്റവും അകലെയുള്ള ഒരു പോയിന്റ് ആണ് പോയിന്റ് നെമോ എന്ന് പറഞ്ഞത്. 2000 കിലോമീറ്റേഴ്സ് എവേ ആണ്. 2000 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ മാത്രമേ ആ പോയിന്റിൽ നിന്ന് 2000 കിലോമീറ്റർ ട്രാവൽ ചെയ്താലാണ് കര കാണുന്നത്. അപ്പം അത്രയും ദൂരമുള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് ഇവർ രണ്ടാളും കൂടി പോയത്. പോയിന്റ് നെമോ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ പസഫിക് ഓഷ്യൻ. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പസഫിക് ഓഷ്യനിലാണ്. ഇനി പസഫിക് ഓഷ്യനെ പറ്റി നമുക്ക് നോക്കാം. പസഫിക് ഓഷ്യൻ ഇസ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷ്യൻ. എബൌട്ട് 1/3 ഓഫ് എർത്ത് സർഫസ് ഇസ് കവേർഡ് ബൈ ദിസ് ഓഷ്യൻ. പസഫിക് ഓഷ്യനാണ് ഏറ്റവും ആഴമേറിയതും ഏറ്റവും വലുതുമായിട്ടുള്ള ഓഷ്യൻ. ഇതിൻ്റെ ഈ പസഫിക് ഓഷ്യനാണ് ഭൂമിയുടെ ഒരു 1/4 ഭാഗത്തോളം കൈയടക്കി വെച്ചിരിക്കുന്നത്. കാരണം ഭൂമിയിലുള്ള എല്ലാ വെള്ളത്തിനെയും കൂടി എടുത്തു കഴിഞ്ഞാൽ അതിനെ 3 തിരിച്ചാൽ 3-ൽ 1 ഭാഗം മുഴുവനും പസഫിക് ഓഷ്യനാണ്. അതാണ് 1/3 ഓഫ് ദിസ് ഓഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പസഫിക് ഓഷ്യന് എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? ഫെർഡിനാൻഡ് മെഗലൻ എന്ന് പറഞ്ഞ എക്സ്പ്ലോറർ ആണ് പസഫിക് ഓഷ്യന് മാർ പസഫിക്കോ എന്നുള്ള പേര് കൊടുത്തത്. മാർ പസഫിക്കോയുടെ അർത്ഥം പീസ് എന്നാണ്, സമാധാനം. ഈ ഓഷ്യന് സമാധാനം എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെട്ടത്. കാരണം ഇത് ശാന്തമായിട്ടുള്ളൊരു സമുദ്രമാണ്. അറ്റ്ലാന്റിക് ഓഷ്യനെ അപേക്ഷിച്ച് ശാന്തമായിട്ടുള്ളൊരു സമുദ്രമാണിത്. അതുകൊണ്ടാണ് പസഫിക് എന്ന് പേര് കൊടുത്തത്. അറ്റ്ലാന്റിക് ഓഷ്യനിൽ പെട്ടെന്ന് നമുക്ക് ഐസ്ബർഗുകളൊക്കെ പൊങ്ങി വരികയും പെട്ടെന്ന് അപകട സാധ്യത കൂടുതലുള്ളൊരു സ്ഥലമാണ്, ഒരു ഓഷ്യനാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഐസ്ബർഗിനെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ പസഫിക് ഓഷ്യൻ അങ്ങനെയല്ല. പസഫിക് ഓഷ്യൻ കാമായിട്ടുള്ളൊരു ഓഷ്യനാണ്. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ദ കോണ്ടിനെന്റ്സ് ദാറ്റ് ആർ ബോർഡർഡ് ബൈ പസഫിക് ഓഷ്യൻ. ഇനി പസഫിക് ഓഷ്യനായിട്ട് ബോർഡർ ചെയ്തിരിക്കുന്ന ഏതെല്ലാം കോണ്ടിനെന്റ്സ് ആണെന്ന് ഒന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കി എഴുതാം. അടുത്തൊരു ടേബിളിൽ നമുക്ക് എഴുതാനുണ്ട്. ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐലൻഡ്സ് ആർ ഫൗണ്ട് ഇൻ ദിസ് ഓഷ്യൻ. ഏറ്റവും കൂടുതൽ
ദ്വീപുകളുള്ളത് പസഫിക് ഓഷ്യനിലാണ്. ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായി ആൻഡ് ന്യൂസിലാൻഡ് ആർ സം ഓഫ് ദ മേജർ ഐലൻഡ്സ്. ഈ 4 മേജർ ആയിട്ടുള്ള വലിയ ഐലൻഡ്സ്. ദ ചലഞ്ചർ ഡീപ്പ് ഇൻ ദ മരിയാന ട്രെഞ്ച് ലൊക്കേറ്റഡ് ഇൻ പസഫിക് ഓഷ്യൻ ഇസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഓൺ ദി എർത്ത്. അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും ഡീപ്പായിട്ടുള്ള പോയിന്റ് മരിയാന ട്രെഞ്ചിലുള്ള ചലഞ്ചർ ഡീപ്പാണ്. സെവറൽ ട്രെഞ്ചസ് ആൻഡ് ആക്റ്റീവ് വോൾക്കാനോസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഓഷ്യൻ. ഇപ്പം ഈ ഓഷ്യൻ്റെ പ്രത്യേകത എന്താണ്? കുറേ ട്രെഞ്ചുകളുണ്ട്, ആഴമുള്ള ഭാഗങ്ങൾ ഉണ്ട്, ആക്റ്റീവ് വോൾക്കാനോസും ഉണ്ട്. കംപ്ലീറ്റ് ദ ലിസ്റ്റ് റിലേറ്റഡ് ടു പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യനോട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ലിസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മേജർ ഐലൻഡ് ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായി, ന്യൂസിലാൻഡ്, ഡീപ്പസ്റ്റ് പോയിന്റ് ചലഞ്ചർ ഡീപ്പ്. കോണ്ടിനെന്റ്സ് ഏതെല്ലാമാണ്? ഏഷ്യ, ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക. ഇതെല്ലാമാണ് കോണ്ടിനെന്റ്സ്. വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഇത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ഇടുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.